ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് അപ്ലിക്കൻ്റ് തന്നെ ആയിരിക്കണം. കാരണം എന്താ അറിയോ, എനിക്ക് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് കൺട്രികളാണ്. ഞാൻ 2001 ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ചാഷ്വുഡ് എന്ന സ്ഥലത്ത് 7 Seas നെറ്റ്വർക്ക് Pty Ltd എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് ഓസ്ട്രേലിയയിലെ ഈക്വൽസ് ഇൻ്റർനാഷണൽ നഴ്സിംഗ് കോളേജുമായി അസോസിയേറ്റ് ചെയ്തിട്ട് ഒത്തിരി നഴ്സസിനെ സ്റ്റുഡൻ്റായിട്ട് അയക്കുന്നതായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്. പിന്നീട് അതിനുശേഷം 2008 മുതൽ മെൽബണിലെ ETEA കോളേജുമായി അസോസിയേറ്റ് ചെയ്തിട്ട് IRON ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഫോർ ഓവർസീസ് നഴ്സസ് എന്ന ഒരു പ്രോഗ്രാമിലൂടെ ഒത്തിരി നഴ്സസിനെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷന് വേണ്ടി അയച്ചു. IRON ആദ്യമായി ഓസ്ട്രേലിയയിൽ സ്റ്റാർട്ട് ചെയ്തത് ETEA കോളേജാണ്. അവരാണ് ഓസ്ട്രേലിയയിലേക്ക് ആദ്യമായി നഴ്സസിനെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോഗ്രാമിന് എടുത്തു തുടങ്ങിയത്. ഓക്കെ, സോ അന്ന് മുതലുള്ള ഡീലിംഗ് ആണ് ഓസ്ട്രേലിയയുമായിട്ടുള്ള. ഞാൻ 2001 അവിടെ എത്തി, അന്ന് മുതൽ തുടങ്ങിയതാണ്. അതേ സമയത്ത് തന്നെ എപ്പോഴൊക്കെ ഓസ്ട്രേലിയയിൽ പോകുന്ന അപ്പോഴൊക്കെ ന്യൂസിലാൻഡിലും പോയിട്ട് വരുന്നൊരു സ്റ്റൈലാണുള്ളത്. ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈം സെപ്റ്റംബറിൽ പോയപ്പോഴും ക്രൈസ്റ്റ് ചർച്ചിൽ പോയി നഴ്സ് മോഴ്സ് സിമുലേഷൻ സെൻ്ററൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ക്രൈസ്റ്റ് ചർച്ചിൽ ഇറങ്ങി, സിഡ്നിയിൽ നിന്നും ക്രൈസ്റ്റ് ചർച്ചിൽ ഇറങ്ങി ഞാൻ നഴ്സ് മോഴ്സ് സിമുലേഷൻ സെൻ്റർ കാണാൻ പോവുകയാണ്. എനിക്ക് നേപ്പാളി ഡ്രൈവറെ കിട്ടി, ഭരത് എന്നാണ് പേര്. എൻ്റെ പർപ്പസ് പറഞ്ഞപ്പോൾ ഭരതിൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. ഇതാണ് നഴ്സ് മോഡ് സിമുലേഷൻ ആൻഡ് അസസ്മെൻറ്റ് സെൻറ്റർ. ഈ ഏരിയയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ കാമാണ്. പിന്നെ ഒത്തിരി എയർപോർട്ടിൻ്റെ ഈ ഏരിയ മുഴുവൻ കംപ്ലീറ്റ് എന്താ പറയുക, സ്നോ മൗണ്ടൈനൊക്കെ ആണ്. ഈ നഴ്സ് മോഡ് സിമുലേഷൻ സെൻറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വഴി നേരെ നോക്കുമ്പോൾ നമുക്ക് അവിടെ കെയർ ഹോം കാണാം. അതേപോലെ കെയർ ഹോമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് കാണാൻ പറ്റും. ഇതാണ് സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. ഇവിടെ നിന്നാണ് നഴ്സസ് അവരെ വണ്ടി എടുത്തുകൊണ്ട് ഓരോ നഴ്സിംഗ് സർവീസസിന് പോകുന്നത്. ഓക്കെ, ഞാൻ അവിടെ ഒരു നഴ്സിനോട് സംസാരിച്ചു. നഴ്സ് മോഡ് സിമുലേഷൻ സെൻ്ററൊക്കെ കണ്ടു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇനി ഞാൻ സിറ്റിയിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ സിറ്റി സെൻറ്ററിലെത്തി. സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. അപ്പോൾ സിറ്റിക്കകത്ത് പാർക്കുണ്ട്, ചെറിയൊരു കായലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. വളരെ കാമാണ്, പിന്നെ വളരെ നീറ്റാണ്, ബ്യൂട്ടിയാണ്. പിന്നെ സ്നോ മൗണ്ടെയിൻ നിറയുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തണുപ്പുമാണ്. ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ഇതൊക്കെ ക്രൈസ്റ്റ് ചർച്ചിലെ. അപ്പോൾ അവിടെയൊക്കെ കറങ്ങി കണ്ടു. ഈവനിങ് ആയപ്പോൾ ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോയി. എയർപോർട്ടിനടുത്തായിരുന്നു എൻ്റെ ഹോട്ടൽ. ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടിൽ നിന്നും മെയിൻ എൻട്രൻസിൽ നിന്നും ലെഫ്റ്റ് സൈഡിലുള്ള നോവോട്ടലിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഇപ്പോൾ ആരെങ്കിലും ക്രൈസ്റ്റ് ചർച്ച് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോട്ടൽ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നോവോട്ടലാണ് ബെസ്റ്റ്. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോവോട്ടൽ കാണാൻ പറ്റും. 150 മീറ്ററേ ഉള്ളൂ. അങ്ങനെ ക്രൈസ്റ്റ് ചർച്ചിലെ ഒരു റൗണ്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ സിഡ്നിയിലേക്ക് തിരിച്ചു പോകുന്നു. ഫ്ലൈറ്റിൽ നിന്നും ക്രൈസ്റ്റ് ചർച്ചിലെ സ്നോ മൗണ്ടൻ വ്യൂസൊക്കെ കാണിക്കാം. ഓക്കെ, താങ്ക് യു. സോ ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്പയർ ചെയ്ത് രണ്ട് കൺട്രികളുടെ രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡ്സ് പറയാം. അപ്ലിക്കൻസിന് അതൊന്ന് കേട്ടിട്ട് ഡിസൈഡ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഓസ്ട്രേലിയ പറയാം.
ഓസ്ട്രേലിയ എൻക്ലക്സ് ആറിനാണ് നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത്. എൻക്ലക്സ് ആറിൻ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയൻ എൻക്ലക്സ് ആറിൻ ശരിക്കും ഒരു ട്രെയിനിങ്ങിലൂടെ പോയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അത് മസ്റ്റാണ്, ട്രെയിനിങ് മസ്റ്റാണ്, കുറച്ച് ടഫാണ്. ഓക്കെ, പക്ഷേ ന്യൂസിലാൻഡിന് IQN തിയറിറ്റിക്കൽ എക്സാമിനേഷനാണ്. അത് ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നഴ്സിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് സെൽഫായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന എക്സാമാണ് IQN തിയറിറ്റിക്കൽ എക്സാം. സെക്കൻഡ് നമ്മൾ പറയുന്നത് ഓസ്കിയാണ്. ഓസ്കി കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയൻ ഓസ്കി കുറച്ച് ടഫാണ്. അതും ട്രെയിനിങ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ന്യൂസിലാൻഡ് ഓസ്കിയും ട്രെയിനിങ് വേണം. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലാൻഡ് ഓസ്കി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാസ്സായി പോവാം. ആ ഒരു രീതിയിലാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇപ്പോൾ ഓസ്കിയിലൊക്കെ ചില പ്രോബ്ലംസ് പറയുന്നുണ്ട്. അതൊക്കെ ചില സമയങ്ങളിൽ എല്ലായിടത്തും ഉള്ള ഒരു ഇഷ്യൂസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ കാണുന്നത് ലാംഗ്വേജ്. ഓക്കെ, ഇപ്പോൾ OET ആണെങ്കിലും IELTS ആണെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് ലാംഗ്വേജ് ഇപ്പോൾ ഏപ്രിലിൽ IELTS റൈറ്റിങ്ങിന് 6.5 ആക്കുന്നുണ്ട് ഓസ്ട്രേലിയ. ഓക്കെ, ഇപ്പോൾ ഉള്ളത് ഈച്ച് 7 തന്നെയാണ്. ബട്ട് നമുക്ക് അത് കമ്പൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ 2 സർട്ടിഫിക്കറ്റ്സേ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു 6 മാസത്തിനകത്തുള്ള 2 സർട്ടിഫിക്കറ്റ്സാണ് കമ്പൈൻ പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഏപ്രിൽ മുതൽ അത് 1 വർഷത്തിനകത്തുള്ള 2 സർട്ടിഫിക്കറ്റ് തമ്മിൽ കമ്പൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്കോർ കണ്ടെത്തിയാൽ മതി. റൈറ്റിംഗ് 6.5 മതി. ഓക്കെ, ഇതാണ് ഓസ്ട്രേലിയയുടെ കമ്പൈൻ കണ്ടീഷൻ വരുന്നത്. ന്യൂസിലാൻഡിനാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനകത്തുള്ള 4 സർട്ടിഫിക്കറ്റ് വരെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാം. പിന്നെ വേണ്ടത് ഇപ്പോൾ ഈ 1 വർഷത്തിനകത്ത് നമ്മൾ സ്കോർ ക്ലബ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ മോഡ്യൂളിലും ഇത്ര % കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ വെക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര താഴെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഒരു മോഡ്യൂൾ 7 ടാർഗറ്റ് ചെയ്യുമ്പോൾ അടുത്ത മോഡ്യൂൾ എത്ര താഴെ പോയാലും ന്യൂസിലാൻഡിന് പ്രശ്നമില്ല. പക്ഷേ ഓസ്ട്രേലിയ അങ്ങനെയല്ല. 6.5-ൽ താഴെ പോകാൻ പാടില്ല. നിങ്ങൾ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു മോഡ്യൂളും 6.5-ൽ താഴെ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഇംഗ്ലീഷ് കമ്പൈൻ അകത്ത് തന്നെ അങ്ങനെ ഒരു കണ്ടീഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അത് കുറച്ച് ടഫാണ്. പിന്നെ വരുന്നത് എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ എക്സ്പീരിയൻസ് ഓസ്ട്രേലിയ ആണെങ്കിൽ നഴ്സിന് ഒരു പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഒരു 3 months ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാം. രജിസ്ട്രേഷന് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 months പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് മതി. ന്യൂസിലാൻഡിന് 1800 hours ആണ്. ദാറ്റ് മീൻസ് ഒരു 10 മാസത്തെ എക്സ്പീരിയൻസ് വേണം. പക്ഷേ 3 മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്താലും ജോബ് ഓഫർ കിട്ടുന്നതിന് മിനിമം 2 years എക്സ്പീരിയൻസ് ഒക്കെ സ്പോൺസേഴ്സ് ചോദിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 1 year എക്സ്പീരിയൻസ് എങ്കിലും വേണം ജോലി കിട്ടാൻ. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ വരുന്നത് ടൈമിംഗ് ആണ്. ടൈമിംഗ് ഇപ്പോൾ ഓസ്ട്രേലിയ എന്തായാലും ഒരു 10 months ടൈം എടുക്കും. ടോട്ടൽ പ്രോസസ്സ് നോക്കുമ്പോൾ ഒരു 10 months ടൈം എടുക്കും. ന്യൂസിലാൻഡും ഏകദേശം ഒരു 6 to 8, 6, 8, 10 ആ ഒരു റേഞ്ചിൽ ടൈം എടുക്കും. എക്സാക്റ്റ് ടൈം കേസ് ബൈ കേസ് ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു 8 months എങ്കിലും ടൈം ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കമ്പാരിസൺ വീഡിയോയിൽ പറയാനുള്ളത്. വ്യക്തമായി കേട്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. ഞാൻ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏതിന് പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.